ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോർട്ട് ഇമാനുവൽ കോട്ടയെക്കുറിച്ചാണ്. നമുക്കിതിന്റെ പ്രധാന പോയിന്റുകൾ നോക്കാം. ഫോർട്ട് ഇമാനുവൽ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് ഫോർട്ട് ഇമാനുവൽ കോട്ട. ഇതിന്റെ നിർമ്മാണ വിവരങ്ങൾ 1503 ആണ് ഈ കോട്ട നിർമ്മിച്ചത്. ഫോർട്ട് ഇമാനുവൽ കോട്ട നിർമ്മിച്ച വർഷം 1503 ഓർത്തു വെക്കണം. ഫോർട്ട് ഇമാനുവൽ കോട്ട നിർമ്മിച്ച വർഷം 1503. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട. ഈ കോട്ട നിർമ്മിച്ചത് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിലാണ് ഈ കോട്ട നിർമ്മിച്ചത്. ഈ കോട്ടയുടെ നിർമ്മാതാവ് അൽഫോൻസോ ഡി അൽബുക്കർക്ക്. പോർച്ചുഗീസ് വൈസ്രോയിയായ അൽഫോൻസോ ഡി അൽബുക്കർക്കാണ് ഈ കോട്ട നിർമ്മിച്ചത്. ഈ കോട്ട നിർമ്മിക്കാൻ അനുമതി നൽകിയത് കൊച്ചി രാജാവ്. ഈ കോട്ട നിർമ്മിക്കാൻ അനുമതി നൽകിയത് കൊച്ചി രാജാവ്. അന്നത്തെ കൊച്ചി രാജാവ് ഉണ്ണി രാമവർമ്മയായിരുന്നു. ഉണ്ണി രാമവർമ്മ ആയിരുന്നു. സാമൂതിരിയുമായുള്ള യുദ്ധത്തിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിനെ സഹായിച്ചതിനെ തുടർന്നാണ് കോട്ട നിർമ്മിക്കാനുള്ള അനുമതി അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത്. അങ്ങനെയാണ് ഈ കോട്ട നിർമ്മിക്കപ്പെടുന്നത്. ആരാണ് അൽഫോൻസോ ഡി അൽബുക്കർക്ക്? 1509 ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിതനായ വ്യക്തിയാണ് അൽഫോൻസോ ഡി അൽബുക്കർക്ക്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പോർച്ചുഗീസ് നിയന്ത്രണം ശക്തിപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. മാനുവൽ ഒന്നാമന്റെ പേരിലാണ് ഈ കോട്ട നിർമ്മിച്ചത്. മാനുവൽ ഒന്നാമൻ പോർച്ചുഗീസിലെ രാജാവാണ്. പോർച്ചുഗലിലെ മഹാനായ രാജാവാണ്. പോർച്ചുഗലിലെ മഹാനായ രാജാവായ മാനുവൽ ഒന്നാമന്റെ പേരിലാണ് ഈ കോട്ട നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഈ കോട്ടയ്ക്ക് ഫോർട്ട് ഇമാനുവൽ കോട്ട എന്ന പേര് നൽകിയത്. മാനുവൽ ഒന്നാമൻ പോർച്ചുഗലിലെ പ്രശസ്തനായ രാജാവാണ്. ഇദ്ദേഹം ബ്രസീൽ, ഇന്ത്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ പോർച്ചുഗീസ് കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.